പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആശിഷമാരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു കരുതുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനമായി നിങ്ങളുടെ മുൻപിൽ വരാൻ കഴിഞ്ഞതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, അവർ സങ്കടപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ വിടുതൽ അവിടുന്ന് പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുത കരങ്ങളിൽ ആ കുടുംബത്തെ ദൈവം വഹിക്കണമേ. പിതാവിൻ്റെ മേൽ, സഹോദരൻ്റെ മേലൊക്കെ വലിയ സൗഖ്യം ദൈവം കൈമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു. അവർക്ക് ദൈവം തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തോട് ദൈവം കരുണ ചെയ്ത് അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഈ പ്രിയ മക്കളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഏതെല്ലാം വിഷയത്തിലൊരു സങ്കടത്തിലാണോ ഇന്ന് അതിനെല്ലാം ദൈവം പരിഹാരം കൊടുത്തവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങൾക്ക് കൈമാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാമുറിയിൽ പകർന്നരുളിയ കർത്താവിൻ്റെ വചനമെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുന്നു. നിൻ്റെ മേലോ യഹോവയുടെ തേജസ് ഉദിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ദൈവവചനമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനാമുറിയിൽ എനിക്ക് തന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ആ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1, നീ എഴുന്നേൽക്കുക. 2, പ്രകാശിക്കുക. 2 കാര്യങ്ങൾ നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. എഴുന്നേൽക്കാതെ പ്രകാശിക്കാൻ പറ്റത്തില്ല. എഴുന്നേറ്റ് പ്രകാശിക്കുക. അത് യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിക്കുക തന്നെ ചെയ്യും എന്ന് വചനം ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തവുമായിട്ട് ഇടപെടുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നീ മനസ്സ് വെച്ചാൽ, എഴുന്നേൽക്കാൻ നീ മനസ്സ് വെച്ചാൽ, നിൻ്റെ മേൽ പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷം തന്ന് ഇരുട്ടിൻ്റെ പിടിയിൽ നിന്നും ഇരുട്ടിൻ്റെ കരങ്ങളിൽ നിന്നും നിന്നെ വിടുവിച്ച് നിന്നെ ഒരു പ്രകാശമാക്കി മാറ്റാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന്, പദ്ധതിയുണ്ടെന്ന് ആ വചനത്തിലൂടെ ആധികാരികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തിരുവചനത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നത് ദൈവം എഴുന്നേൽപ്പിച്ചവരും സ്വയം എഴുന്നേറ്റവരുമായ ചിലരെക്കുറിച്ചാണ്. സ്വയം എഴുന്നേറ്റവരുണ്ട് ചിലർ, എന്നാൽ ദൈവം എഴുന്നേൽപ്പിച്ചവരുമുണ്ട്. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ വെറുതെ വിളിക്കാറില്ല. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ വെറുതെ തിരഞ്ഞെടുക്കാറില്ല. ചില കഷ്ടതകളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ അത് വെറുതെ ആയിപ്പോയി എന്ന് കരുതുകയും വേണ്ട. ദൈവത്തിൻ്റെ അറിവോടുകൂടെയാണ് ചില വിഷയങ്ങൾക്കകത്തുകൂടെ നീ സഞ്ചരിക്കേണ്ടി വരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളിലൂടെയാണ് ചില വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകുന്നത്. ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവ പൈതലേ, ഈ നിമിഷം തിരിച്ചറിയുക, ദൈവം നിന്നെ വെറുതെ വിളിച്ചതല്ല. നമ്മൾ വായിക്കുന്നുണ്ട് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ്, നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ, ലോകം നിന്നെ കാണുന്നതിന് മുൻപ്, മാതാപിതാക്കൾ നിന്നെ കാണുന്നതിന് മുൻപ്, സ്നേഹിതർ നിന്നെ കാണുന്നതിന് മുൻപ്, ലോകത്തിലുള്ള എല്ലാവരും നിന്നെ കാണുന്നതിന് മുൻപ്, പിണ്ഡാകാരമായിരുന്നപ്പോൾ, നിന്നെ കാണാൻ പറ്റാത്ത വിധത്തിലായിരുന്ന കാലത്ത് നിന്നെ കണ്ട ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില കർത്തൃധ്യായങ്ങൾക്കകത്തുകൂടെ സഞ്ചരിച്ചിട്ട്, ആമേൻ, ഈ ചില പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങളുടെ നടുവിൽ മുൻപോട്ട് പോകാൻ വഴിയില്ലാതെ നിൽക്കുന്ന നിന്നോട് ദൈവാത്മ പറയുകയാ, നീ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾക്കപ്പുറത്ത് ദൈവം നിന്നെ കണ്ടതാണ്, കണ്ടിട്ടുണ്ട്. ആ ദൈവം നിന്നെ കണ്ടതുകൊണ്ട് ലോകത്തിലെ ഒന്നിനും നിന്നെ തകർക്കാൻ കഴിയുകയില്ല എന്നത് പരമാർത്ഥമായ സത്യമായ കാര്യമാണ് എന്ന് ഈ നിമിഷം കർത്താവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്.
ദൈവം എഴുന്നേൽപ്പിച്ച 1-2 പേരെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുക. തിരുവചനത്തിൽ ധാരാളം സാഹചര്യങ്ങൾ ദൈവം എഴുന്നേൽപ്പിച്ച ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം തട്ടി ഉണർത്തി. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം തട്ടി ഉണർത്തി. വെല്ലുവിളികളുടെ നടുവിൽ ദൈവം തട്ടി ഉണർത്തി. ആമേൻ. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം ചിലരെ തട്ടി ഉണർത്തി. അങ്ങനെ നിരവധി അനുഭവങ്ങൾ വേദപുസ്തകത്താളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കർത്താവ് എനിക്ക് തന്നൊരു വചന വെളിപ്പാട് പറയാം. സ്തോത്രം. ജീവിതത്തിൻ്റെ ചില വഴിത്തിരണികളുടെ നടുവിൽ മുൻപോട്ട് പോകാൻ ഗതിയും വഴിയും ഇല്ലാതെ നീ സങ്കടപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തുകയാണ്. നീ ഇവിടെ ഒതുങ്ങേണ്ട ആളല്ല, ഇവിടെ തീരേണ്ട ആളല്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം വേദപുസ്തക ചരിത്രത്തിനകത്ത്, പ്രത്യേകിച്ച് പഴയ നിയമ ചരിത്രത്തിലെ അനുഗ്രഹീതനായ പ്രവാചകനായിരുന്നു ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ഒരു പാരമ്പര്യവുമില്ലാതെ, തന്നെക്കുറിച്ച് യാതൊരു ക്വാളിഫിക്കേഷനും പറയാനില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്ത ഒരു അനുഗ്രഹീത മനുഷ്യനായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ. അതേ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം മുതൽ മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം കാണാൻ കഴിയുന്നുണ്ട്. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ശക്തമായി പ്രവചിച്ച പ്രവാചകനായിരുന്നു ഏലിയാവ്. താൻ പ്രവചിച്ചു. പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞു കിടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നാട്ടിൽ വെള്ളമില്ല, ക്ഷാമമായൊരു കാലം, വളരെ ക്ഷാമത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് ആ നാട് വഴിമാറുവാനിടയായി. ഒരു വല്ലാത്ത ദുർഗതിയിലേക്ക് ആ നാട് ചെന്നെത്തി. അതേ, ആ നാട്ടിൽ അവസാനം അത് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ദൈവമാരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഏലിയാവ് വന്നെത്തുന്നു. അവിടെ ഒരു യാഗം കഴിക്കുന്നു. ആ ചരിത്രം നമുക്കറിയാം. 18-ാം അധ്യായം പഠിക്കുമ്പോൾ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഏലിയാവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു. തൻ്റെ എതിരാളികളെ നിൽക്കുന്നത് ഇസബേലിൻ്റെ പ്രവാചകന്മാരായ 450 പേരാണ്. 450 പേര് നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഭക്തനായ, ദൈവകൃപയുള്ള, വെളിപ്പാടുള്ള, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഭക്തനായ മനുഷ്യൻ ഏലിയാവ് നിൽക്കുന്നു. ഭൂരിപക്ഷം ധാരാളം പേര് മാറി നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഭക്തനായ ഒരു മനുഷ്യൻ. ഞാനൊരു ദൂത് കടന്നു പറയുക, ദൈവ പൈതലേ, പല സാഹചര്യങ്ങളുടെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പോലെ അഭിഷേകത്തിനു വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവിക പ്രമാണത്തിനു വേണ്ടി, ദൈവം ഏൽപ്പിച്ച നിയോഗത്തിന് വേണ്ടി നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നു എന്നത് സത്യമാണ്. എന്നാൽ ഭൂരിപക്ഷം നിനക്കെതിരാണ്. ദൈവം ഭൂരിപക്ഷം നോക്കി ഇടപെടുന്ന ദൈവമല്ല കേട്ടോ. ഭൂരിപക്ഷം നോക്കി അത്ഭുതം ചെയ്യുന്ന ദൈവവുമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, ആമേൻ, ദൈവത്തിനോട് നിൽക്കാൻ ആരുണ്ടോ അവന് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. ശുശ്രൂഷാ ജീവിതത്തിൽ താളപ്പിഴകൾക്കകത്തുകൂടെ ശത്രുവിനെ തള്ളിവിട്ടിട്ട് മുൻപോട്ട് പോകാൻ വഴിയും ഗതിയും ഇല്ലാതെ ഇന്ന് സങ്കടപ്പെട്ട് ഈ സ്ക്രീനിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടിരിക്കുന്ന ഒരു അഭിഷിക്തനെ നോക്കി ദൈവാത്മാ പറയുന്നു, ഏലിയാവിനെ ഒറ്റയ്ക്ക് നിർത്തി മാനിച്ച ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ നാട്ടിലും വീട്ടിലും ദേശത്തിലും നിന്നെ മാനിക്കാൻ ശക്തമാണെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് നിന്നോട് ഇടപെടുകയാണ്. റഗബദൻ ഖജാനഗസിയ, രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിന്ന ഏലിയാവിനെ തന്നെ ദൈവം മാനിക്കുന്നു. ആ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ബാലിൻ്റെ പ്രവാചകന്മാർ അവിടെ നിൽപ്പുണ്ട്. അതെ, ഇസബേലിൻ്റെ പ്രവാചകന്മാരവിടെ നിൽപ്പുണ്ട്. അവരുടെ എല്ലാം മുൻപിൽ താൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന് താൻ തെളിയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആ ചരിത്രം അവിടെ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഏലിയാവ് സർവ്വജനത്തെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം 2 തുണിയിൽ കാല് വയ്ക്കും? അതേ, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഈ ദൈവത്തെ സേവിക്കുക. പകുതി ദൈവത്തെയും പകുതി മാമോനെയും സേവിക്കാനല്ല, പകുതി ദൈവത്തെയും പകുതി ഇസബേലിൻ്റെ ആ ദൈവങ്ങളെയും സേവിക്കാനല്ല, ബാൽ വിഗ്രഹങ്ങളെ സേവിക്കാനല്ല. ഒന്നെങ്കിൽ ദൈവത്തെ വിളിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ വിട്ട് അന്യദേവൻ്റെ പുറകെ പോകുക. അങ്ങനെ ഒരു വെല്ലുവിളി മുൻപോട്ട് വെച്ചിട്ട് പറയുകയാണ്, ഈ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ ഒരു മാർഗം. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ആരാധനയ്ക്ക് കയറി വരിക. ആരാധനയുടെ നടുവിൽ ജീവിക്കുന്ന ദൈവം ഏതാണെന്ന് വെളിപ്പെടുന്നത് കേട്ടോ. പല കാര്യങ്ങളും, അത്ഭുതങ്ങൾ ചിലപ്പോൾ നടന്നെന്ന് വരും, അടയാളങ്ങൾ നടന്നെന്ന് വരും. യഥാർത്ഥമായ ആരാധന വെളിപ്പെടുമ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല.
പ്രൈസ് ദ ലോർഡ്. നിന്റെ വീടിനകത്ത് ശുശ്രൂഷ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളിയോടെ പലതും തലപൊക്കി നിൽക്കുമ്പോൾ ആരാധനയുടെ മുൻപിൽ ചിലത് അഴിഞ്ഞു മാറാൻ പോവുക കേട്ടോ. ഇന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്ന ചില കുടുംബങ്ങൾക്കകത്ത് ആരാധനയെ കെട്ടിയൊതുക്കി, ആരാധനയെ ബന്ധിച്ചൊതുക്കി, പിശാചിൻ്റെ പദ്ധതികൾ, പിശാചിൻ്റെ ആധിപത്യങ്ങൾ നിന്റെ വീടിനകത്ത് തലപൊക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ പറയുകയാ, ആരാധന വെളിപ്പെടട്ടെ. ആരാധനയുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി നിനക്കൊണ്ട് വെളിപ്പെടുമെന്നതിന് സംശയമില്ലാത്ത കാര്യം. ആരാധന എവിടെ വെളിപ്പെടുമോ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമെന്നതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. എന്തായാലും കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഒരു ആരാധന നടക്കുന്നു. ഈസബേലിൻ്റെ പ്രവാചകന്മാർ നിൽക്കുന്നു അപ്പുറ സൈഡിൽ, ഇപ്പുറത്ത് ഏലിയ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവരോട് പറഞ്ഞിരുന്ന വ്യവസ്ഥയനുസരിച്ച് ഒരു കാളക്കുട്ടിയെടുത്ത് കണ്ടമായി കണ്ടിച്ച് യാഗപീഠത്തിന്മേൽ അടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് തീ കൊണ്ട് ഉത്തരവിടുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി ഏലിയാവിൻ്റെ യാഗപീഠത്തെ ദഹിപ്പിച്ചു. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ആ ഭാഗമൊക്കെ വിടുക. ദൈവം എഴുന്നേൽപ്പിച്ചൊരു മനുഷ്യനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ആ ആരാധനയിൽ അല്ലെങ്കിൽ ആ യാഗത്തിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നു. ആ തീ ഇറങ്ങി തെളിയിച്ചു ജീവിക്കുന്നൊരു ദൈവം ഇസ്രായേലിൽ ഉണ്ടെന്ന്. ഒരു ദൂത് ഞാൻ പറയാം. കഴിഞ്ഞ കുറേ നാളുകളായി നീ പ്രാർത്ഥിച്ച്, കഴിഞ്ഞ കുറേ നാളുകളായി നീ കാത്തിരുന്ന്, കഴിഞ്ഞ കുറേ നാളുകളായി നീ ഉപവസിച്ച്, കഴിഞ്ഞ കുറേ നാളുകളായി നീ കണ്ണുനീരോടെ നിലവിളിച്ച് ഇരുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ ആമേൻ എന്തു ചെയ്യണമെന്നറിയാൻ നീ പകച്ചു നിൽക്കുമ്പോൾ ഇന്ന് ദൈവാത്മാവ് ശക്തമായി നിന്നോട് പറയുകയാണ്, നീ സേവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. നീ ആരാധിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. നീ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഈ ദൈവം തെളിയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അയൽവാസിയുടെ ചുറ്റുവട്ടത്തിൻ്റെ ദേശക്കാരുടെ മുൻപിൽ പരിഹാസപാത്രമായി, നിന്നാവിഷയമായി, ചോദ്യചിഹ്നമായി അപമാനിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്ന സഹോദര സഹോദരി, ദൈവാത്മ പറയുന്നു, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഈ ദൈവം തെളിയിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് ഈ ദൈവം തെളിയിക്കുക തന്നെ ചെയ്യും. ആ ദൈവപ്രവൃത്തി നീ കാണുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവിച്ചത് ആരാധനയിൽ ദൈവപ്രസാദമുണ്ടായി. ഏലിയാവിൻ്റെ ആരാധന ദൈവം പ്രസാദിച്ചു. അവിടെ ദൈവശബ്ദം വന്നു, അവിടെ യാഗത്തിൽ തീയിറങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു. ദൈവം ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് തെളിയിച്ചു. അങ്ങനെ ഇസബേലിൻ്റെ പ്രവാചകന്മാരെ ഏലിയാവ് കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ ആ താഴോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. എന്നാൽ ഏലിയാവ് ഇസബേലിൻ്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു എന്ന് ഇസബേൽ അറിഞ്ഞപ്പോൾ ഒരു വെല്ലുവിളി തൻ്റെ മുൻപിലേക്ക് വരികയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിനെതിരെ ലോകത്തിൻ്റെ ശക്തിയായ ഇസബേൽ ഒരു വെല്ലുവിളി നടത്തുകയാണ്. സ്തോത്രം. ഒരു വെല്ലുവിളി. നാളെ ഈ നേരത്ത് എൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ അവരിൽ ഒരുവനെ പോലെ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഇസബേൽ തന്നോട് വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി കേട്ട് ഭയപരവശനായി പേടിച്ച് ഭയന്നോടി, അതേ എന്തു ചെയ്യണമെന്നറിയാതെ താൻ ഓടി ഒളിക്കുന്നൊരു ചരിത്രം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. താൻ ഓടി ഒളിക്കുകയാണ് വെല്ലുവിളിയുടെ മുൻപിൽ. മറുപടി പറയാനില്ലാതെ, അതിനൊരു ഉത്തരം പറയാൻ പറ്റാതെ വെല്ലുവിളിയുടെ മുൻപിൽ താൻ ഓടി ഒളിക്കുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വെല്ലുവിളികളെ കേട്ടിട്ട് അതിൻ്റെ മുൻപിൽ പേടിച്ച് ഭയപരവശനായി നീ മാറി നിൽക്കുമ്പോൾ, ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇല്ല കുഞ്ഞേ, നിന്നോട് വെല്ലുവിളിച്ചവൻ്റെ മുൻപിൽ നിന്റെ ദൈവം ഏതെന്നും നിന്റെ ദൈവത്തിൻ്റെ ശക്തി എന്തെന്നും ഈ ദൈവം തെളിയിക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി പറയുകയാണ്. റുഖാബാല ഹംദുരാധന. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഒരു വഴി സംബന്ധമായ തർക്കത്തിനകത്ത് ഇടപെട്ടിട്ട് ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. നിന്നെ ഇവിടെ പാർപ്പിക്കത്തില്ല, ഈ മണ്ണിൽ നിന്നെ പാർപ്പിക്കത്തില്ല, നിന്നെ ദേശത്തുനിന്ന് ഓടിച്ചു കളയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിനക്ക് വിരോധമായ ചില ആഭിചാരങ്ങളും ചില നേർച്ചകളും പൈശാചിക പ്രവർത്തികളും ചെയ്ത് വെല്ലുവിളിയോടെ നിൽക്കുന്നവരുടെ നടുവിൽ ആ വെല്ലുവിളി കേട്ട് ഭയപരവശനായി പേടിച്ച് നീ ഇരിക്കേണ്ട കുഞ്ഞേ. നിന്റെ വിഷയത്തെ സ്വർഗത്തിലെ ദൈവം ഇതാ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. വെല്ലുവിളിയെ ദൈവം ഇതാ കേട്ടുകഴിഞ്ഞിരിക്കുന്നു. വെല്ലുവിളിക്ക് ദൈവം ഇതാ പരിഹാരം തരാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. റഗബദലഹസിയാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പേടിച്ച ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നുറങ്ങുകയാണ്. ആമേൻ. പേടിച്ചുപോയി, വെല്ലുവിളി കേട്ട് ഭയന്നുപോയി ചൂരച്ചെടിയുടെ തണലിൽ താൻ പോയി കിടന്നുറങ്ങുമ്പോൾ അവിടെ ദൈവം അവനെ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കാൻ പറഞ്ഞ് ദൈവം അവനെ വിളിക്കുക. എഴുന്നേറ്റ് പ്രകാശിക്കുക, അതാണ് നമ്മുടെ കുറിവാക്യം. എഴുന്നേൽക്കാൻ പറഞ്ഞ് ദൈവം ഏലിയാവിനെ വിളിക്കുന്നു. ഏലിയാവിനെ തട്ടി ഉണർത്തി.
എഴുന്നേൽക്കുക. പ്രൈസ് ദ ലോർഡ്. ദൈവം അവനെ വിളിക്കുന്നു, എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രൈസ് ദ ലോർഡ്. ഏലിയാവ് പേടിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവം അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നു, നീ ഇത് തിന്നുക, കുടിക്കുക. നീ ഇവിടെ ഇങ്ങനെ ഉറങ്ങാനുള്ള ആളല്ല, നീ ഇങ്ങനെ പേടിക്കാനുള്ള ആളല്ല, നീ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, ചില വെല്ലുവിളികളുടെ മുൻപിൽ നീ പരാജിതനായി തലകുനിച്ചു മാറി നിൽക്കുമ്പോൾ ഇന്ന് ദൈവാത്മാവ് പറഞ്ഞു, ഇല്ല, ഇവിടം കൊണ്ട് നീ തീരത്തില്ല, ഇവിടം കൊണ്ട് നീ അവസാനിക്കത്തില്ല. ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവം വിളിച്ച വിളിക്ക് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി, ദൈവിക കാര്യപരിപാടിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രകാശമായി തീരാൻ, അന്ധകാരത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ജനതയെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗീയ ദൈവം നിന്നെ വിളിക്കുകയാണ്. അതിന് സമർപ്പിക്കപ്പെടാൻ നീ തയ്യാറാകുമോ? വെല്ലുവിളിച്ച് നിൽക്കുന്ന ഇസബേല്യ ശക്തികൾ, പൈശാചിക ശക്തികൾ നിനക്കെതിരെ തലപൊക്കി നിൽക്കുമ്പോൾ ആ വെല്ലുവിളിയുടെ നടുവിൽ ദൈവം നിനക്ക് ജയം തരാൻ പോകുകയാ. ഒരു ദൂത ദൈവാത്മനോട് പറയുകയാ, ഈ ദാവീദ് ഒരിക്കൽ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, യഹോവേ, അഹിത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന്. അഹിത്തോഫേൽ തൻ്റെ ഉറ്റ തോഴൻ, തൻ്റെ ചങ്ങാതി. അഹിത്തോഫേൽ ഈ ദാവീദിൻ്റെ ഒരു പ്രവാചകൻ. അഹിത്തോഫേൽ ദാവീദിൻ്റെ ഏറ്റവും ഇൻറ്റിമസിയുള്ള ആളാണ്. അഹിത്തോഫേൽ എന്ത് പറയുമോ അതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ചെയ്യുക. അത്രയ്ക്ക് ഇൻറ്റിമസിയുള്ള ആളായിരുന്നു അഹിത്തോഫേൽ. എന്നാൽ അഹിത്തോഫേൽ അബ്സാലോമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് ദാവീദിന് വിരോധമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. ദാവീദിനെതിരായിട്ട് താൻ പ്രവചിച്ചു വെച്ചു. അത് കേട്ടറിഞ്ഞ ദാവീദ് തൻ്റെ മനസ്സിനകത്ത് വേദനകൾ തിങ്ങി, സങ്കടങ്ങൾ തിങ്ങി, തൻ്റെ മനസ്സിനകത്ത് സഹിക്കാൻ പറ്റാത്ത ഭാരം വന്നപ്പോൾ മുടി വിച്ച് ചീന്തി, വസ്ത്രം വലിച്ചു കീറി, അത് ചെരുപ്പ് എടുത്ത് മാറ്റിയിട്ട് താൻ വാവിട്ട് നിലവിളിച്ച് ദൈവത്തോട് പറയുക, യഹോവേ, അഹിത്തോഫേലിൻ്റെ ആലോചനയെ നീ അബദ്ധമാക്കണമേ. ഇന്ന് ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി, ദൈവദാസനെ നിന്നെ നോക്കി, മാതാവേ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വിരോധമായുള്ള ചില ദുരാലോചനകളെ, നിനക്ക് വിരോധമായുള്ള അഹിത്തോഫേലിൻ്റെ ആലോചനകളെ ദൈവം അബദ്ധമാക്കാൻ പോകുകയാ. അഹിത്തോഫേലിൻ്റെ ആലോചന അബദ്ധമാക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയും തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അഹിത്തോഫേലിൻ്റെ ആലോചന ദൈവം അബദ്ധമാക്കി. ഞാൻ ഒരു ദൂത് പറയുക, നിന്റെ വീടിനകത്തു നിനക്ക് വിരോധമായി ചില ദുരാലോചനകൾ, ചില കൂട്ടുകെട്ടുകൾ, സഭയ്ക്കകത്ത് നിനക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ, കുടുംബത്തിനകത്ത് നിനക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ, ചുറ്റുവട്ടത്തിൽ നിനക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ, അയൽവാസികൾ ഒരുമിച്ച് കൂടി നിനക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, അഭിഷേകമുള്ള നിനക്കെതിരെ, വിളിയുള്ള നിനക്കെതിരെ, ദൈവിക നിയോഗമുള്ള നിനക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി പ്രവചിച്ചു പറയുന്നു, ആ കൂട്ടുകെട്ടുകളെ ദൈവം പൊളിക്കാൻ പോകുകയാ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവം ഏലിയാവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയെ, ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് പേടിച്ച് കിടക്കുന്നവനെ ദൈവം വിളിച്ചെഴുന്നേൽപ്പിക്കുകയാ. ചില വെല്ലുവിളിയുടെ മുമ്പിൽ പേടിച്ചാണോ നീ ഇരിക്കുന്നത്? റഗബദലഗസ്യ, നിന്റെ കുഞ്ഞ് പോയ നാട്ടിൽ നിന്നും പോയതുപോലെ തിരിച്ചു വരും, ഒരു നന്മ അവൻ പ്രാപിക്കത്തില്ലെന്ന് ചിലർ വെല്ലുവിളിച്ച വിട്ടിരിക്കുന്ന ഭാരപ്പെടണ്ട. ആ വെല്ലുവിളിക്ക് ദൈവം മറുപടി പകരാൻ പോകുകയാ. ശകൽക്കമനഗസ്യാദന, രക്തത്താൽ വ്യാപരിക്കട്ടെ. നീയോ നിന്റെ കുടുംബമോ ദേശത്ത് അനുഗ്രഹിക്കപ്പെടത്തില്ല എന്ന വെല്ലുവിളിയുടെ മുൻപിലൂടെയാണോ നീ സഞ്ചരിക്കുന്നത്? ദൈവാത്മാവ് ശക്തിയോടെ പറയുന്നു, ആ വെല്ലുവിളിക്ക് ദൈവം മറുപടി പകരാൻ പോകുകയാ. മനുഷ്യ കരം കൊണ്ടല്ല, മാനുഷിക വ്യക്തികൾ കൊണ്ടല്ല, ദൈവം അതിന് മറുപടി പകരുകയാണ്. അങ്ങനെ ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ച ഏലിയാവിനെ ദൈവം പിന്നെയും ദീർഘദൂരം ഓടിച്ചു. പിന്നെയും ശുശ്രൂഷകൾ ദൈവം ചെയ്യിക്കുകയാണ്. ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ചവൻ്റെ മുൻപിൽ ഒരു വാതിലും പിന്നെ അടയത്തില്ല കേട്ടോ. നമുക്കറിയാം, ആ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ ദൈവം വിളിച്ചെഴുന്നേൽപ്പിച്ചയാളായിരുന്നു അതേ പത്രോസ് എന്ന് പറയുന്നത്. പത്രോസിനെ ദൈവം തട്ടി എഴുന്നേൽപ്പിച്ചു. ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ മുൻപിൽ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവൻ്റെ മുമ്പിൽ വാതിലുകൾ തുറന്നു, കാരാഗ്രഹം തുറന്നു. 1-ാം വാതിലും 2-ാം വാതിലും തുറന്നു. പട്ടണത്തിലേക്ക് ഇറങ്ങുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി, അതും സ്വതവേ തുറന്നു. രണ്ടുപേരും പുറത്തിറങ്ങി നമ്മൾ വായിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ച്
വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ ഒന്നും തടസ്സമല്ലെന്ന് നീ തിരിച്ചറിയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം പഠിക്കുമ്പോൾ സിയോനെ നോക്കിയിട്ട് പ്രവാചകൻ പ്രവചിക്കുക, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിക്കുക. യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക. ഹല്ലേലൂയ. ബദ്ധയായ സിയോൻ പുത്രി നീ എഴുന്നേറ്റിരിക്കുക. എഴുന്നേൽക്കാൻ ദൈവം വിളിക്കുകയാ. എഴുന്നേറ്റിരിക്കാൻ ബദ്ധയായ സിയോൻ പുത്രിയോട് അതേ പറയുകയാണ് പ്രവാചകൻ. ബദ്ധയായ സിയോൻ പുത്രി നീ എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് പറയുന്നു, ഇനിമേലാൽ അഗ്രചർമ്മി അശുദ്ധന് നിന്നിലേക്ക് വരത്തില്ല. നീ എഴുന്നേൽക്കാതെ വണ്ണം അഗ്രചർമ്മിയുടെയും അശുദ്ധന്റെയും പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, പൈശാചിക പ്രവർത്തനങ്ങൾ നിന്റെ വീടിനകത്തു തലപൊക്കി നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ലെന്നും നീ എഴുന്നേൽക്കത്തില്ലെന്നും വിധി പറയുമ്പോൾ ദൈവാത്മാവ് നിന്നോട് പറയും, നീ എഴുന്നേൽക്കാൻ തയ്യാറായിക്കോ. അഗ്രചർമ്മി അശുദ്ധന് നിന്റെ ദേശം വിട്ട് വഴിമാറാൻ പോകുകയാ. അഗ്രചർമ്മി അശുദ്ധന് നിന്റെ കുടുംബം വിട്ട് വഴിമാറാൻ പോകുകയാ. അഗ്രചർമ്മി അശുദ്ധന് നിന്റെ ജീവിതം വിട്ട് ഒഴിഞ്ഞു പോകാൻ പോകുകയാ. കാരണം എഴുന്നേൽക്കാൻ ദൈവമാ നിന്നോട് പറഞ്ഞത്. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിച്ചു. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെ മൂടട്ടെ, കൂരിരുട്ട് ജാതികളെ മൂടട്ടെ, നിന്റെ മേൽ ഉദിക്കാനൊരു ദൈവമുണ്ട്. ഇന്നത്തെ ദിവസം ദൈവാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, ചില അന്ധകാരത്തിൻ്റെ ശക്തികൾ നിന്റെ കുടുംബത്തെ വേട്ടയാടുന്നുണ്ടല്ലേ. എത്ര തുഴഞ്ഞിട്ട് മുമ്പിൽ കയറാൻ പറ്റുന്നില്ല, എത്ര ഓടിയിട്ട് മുമ്പിൽ കയറാൻ പറ്റുന്നില്ല. ജോലിയില്ലാഞ്ഞിട്ടല്ല, ബന്ധങ്ങളില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും എവിടെ ഒരു ശൂന്യത, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ എവിടെയൊക്കെ ഒരു ദുഃഖം തളം കെട്ടിക്കിടക്കുകയാ. ആരും സഹായമില്ലാത്ത ചില മേഖലകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല വിദ്യാഭ്യാസമുണ്ട്, പഠിച്ചു, ആമേൻ, ജോലിക്ക് വേണ്ടി പുറപ്പെട്ട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂകളൊക്കെ ജയിച്ചു. അതെ, ഞങ്ങൾ വർക്ക് പെർമിറ്റ് തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞതേ ഉള്ളൂ, കിട്ടിയില്ല. എല്ലാം കയ്യെത്തുന്ന ദൂരത്ത് വരും, കയ്യിലേക്ക് എത്തത്തില്ല. ഇപ്പം കിട്ടുമെന്ന് പ്രതീക്ഷയ്ക്ക് സമയമാകുമ്പോൾ ഇത് തട്ടിമാറ്റിക്കളയ. റഗബദുലഗഡഗസിയ. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി, ഒന്നിനു പുറകെ ഒന്നായി നിന്നെ വേട്ടയാടുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ നീ പകച്ചു നിൽക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നീ എഴുന്നേറ്റോ. അഗ്രചർമ്മിയും അശുദ്ധനും കഴിഞ്ഞ കുറേ നാളുകളായി നിന്നെ ബാധിച്ചു വെല്ലുവിളിച്ച് നിനക്ക് വിരോധമായി പോരാടുമ്പോൾ അവയുടെ നടുവിൽ നിന്ന് ശക്തമായൊരു ജയം തന്ന് നിന്നെ വിടുവിപ്പാൻ ഈ ദൈവം ശക്തനായ ദൈവമെന്ന് ദൈവാത്മാവ് ശക്തിയോടെ ഇടപെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതം പച്ച പിടിക്കാൻ അനുവദിക്കാത്ത ചില മേഖലകളുണ്ട്. ഹല്ലേലൂയ. എതിരായിട്ട് നിൽക്കുന്നത് വേറെ ആരുമല്ല കേട്ടോ, കൂടെ പിറന്നവരും കൂട്ടുകാരും വീട്ടുകാരുമാ, ഏറ്റവും അടുത്തറിയാവുന്നവരാ. അവരാ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നത്. നാം ന്യായമായി ചില നന്മകൾ നിനക്ക് ലഭിക്കേണ്ടത് തരാതെ വീട്ടുകാരെ തടഞ്ഞു വെച്ചിരിക്കുകയാ, സഹോദരങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാ, അവകാശപ്പെട്ട വീതം പോലും തരാതെ നിന്നെ ഇറക്കി വിട്ടതാ. ഹല്ലേലൂയ. അരുതാത്ത ചില ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ മക്കളെ ഓർത്ത് കരയുന്ന മാതാവേ, പിതാവേ, ദൈവാത്മാ പറയുന്നു, നിന്റെ തലമുറയെ മടക്കി വരുത്താൻ ഈ ദൈവം ശക്തനായ ദൈവമാണ്. അരുതാത്ത ചില കൂട്ടുകെട്ടിനകത്ത് നിന്റെ തലമുറ ചെന്നുപെട്ടിട്ട് ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ, ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ അകപ്പെട്ടു പോയിട്ട് അവന് പുറത്ത് തിരിച്ചു വരാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ടു പോയ തലമുറയോർത്ത് കരയുന്ന മാതാവാണോ നീ? നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാ. നീ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറായിക്കോ. നിന്റെ മേൽ പ്രകാശമിതാ വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിന്റെ വീടിനെ മൂടി നിന്ന അന്ധകാരങ്ങൾ ഇന്നത്തെ ദിവസം വീട് വിട്ട് ഒഴിഞ്ഞു മാറുന്നത് ദൈവാത്മാവിനെ കാണിക്കുകയാ. ഹല്ലേലൂയ. വിട്ടുമാറാത്ത ചില രോഗം നിന്നെ പിടിക്കുന്നുണ്ട്. ഒരു രോഗം മാറുമ്പോൾ വേറൊരു രോഗം. മരുന്ന് മാറാത്തൊരു വീടാ, എപ്പോഴും പ്രശ്നങ്ങളാ. ആശുപത്രി നിറങ്ങാൻ നേരമില്ല, കൈ കിട്ടുന്ന പൈസ മുഴുവൻ ആശുപത്രി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു ശപിക്കപ്പെട്ട ജന്മം പോലെ ചിലപ്പോഴേക്ക് നിനക്ക് തോന്നുമല്ലേ? ഭാരപ്പെടണ്ട, ഇതാ വിടുവിപ്പാൻ ഒരു കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. കടഭാരം മാറാത്തൊരു വീടാ നിന്റെ വീട്, പണി തീരാത്തൊരു വീടാ നിന്റെ വീട്. ആമേൻ. വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇപ്പോഴും തീരാതെ കിടക്കുക. എന്നോട് ദൈവാത്മാ പറയുന്നു, ദൈവം അതിന് നീക്കുപോക്ക് തരാൻ പോകുക. ചില ആഭിചാരങ്ങൾ നിന്നെ തകർത്തതാണ്, സാമ്പത്തിക നന്മകളെ തലമുറകളെ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞതാണ്. എന്നാൽ ദൈവം നിനക്ക് വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. തലമുറ എക്സാമുകൾ പലതെഴുതി, ILTC, OET പോലുള്ള നിരവധി എക്സാമുകൾ എഴുതി, പക്ഷെ ഒന്നും സക്സസ് ആകത്തില്ല. അടുത്തടുത്തവരും 1 പോയിന്റിന് 2 പോയിന്റിനൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോവുക. എന്നാൽ ദൈവാത്മാ പറയുന്നു, എഴുന്നേൽക്കാൻ നീ ഒന്ന് മനസ്സ് വെച്ചാൽ അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ.
ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. എവിടെയാ നീ കുരുങ്ങപ്പെട്ടത്? അവിടെ നിനക്കൊരു ജയമുണ്ട് കുഞ്ഞേ. എവിടെയാ നീ തള്ളപ്പെട്ടത്? അവിടെ നിനക്കൊരു വിടുതലുണ്ട് കുഞ്ഞേ. എവിടെയാ നിന്നെ ബന്ധിച്ചൊതുക്കിയത്? അവിടെ നിനക്കൊരു വിശാലതയുണ്ട് ദൈവ പൈതലേ. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. റിബദല ഗഡഗദല വൈഷസിയാദന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഒരു ഒരു ബ്രദറിനെ കർത്താവിനെ കാണിക്കുകയാ. ഹല്ലേലൂയ. ജോലി നഷ്ടപ്പെട്ടിട്ട് വിദേശത്ത് നിൽക്കുകയാ. നാട്ടിലോട്ട് പോരാനും പറ്റാത്ത ഒരു വല്ലാത്ത ചുറ്റുപാടിൽ നിന്ന് നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവാത്മാവ് പറയുന്നു, നിനക്കൊരു പുതുവഴി ദൈവം തുറക്കാൻ പോകുകയാ. ആഴിയുടെ ഉറവകളും ആകാശത്തിന്റെ കിളിവാതിലുകളും തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ള ദൈവത്തിന്റെ കരം സെബാസ്റ്റ്യൻ ബ്രദറെ നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. ഓ ജീസസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആരെല്ലാം വിരോധമായി വന്നാലും, വെല്ലുവിളികളോടെ ഇസബേൽ വന്നാലും, വെല്ലുവിളിയോടെ അഹിത്തോഫേൽ വന്നാൽ, അതേ നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു നല്ല ദൈവമുണ്ട്. ഇനി ശുശ്രൂഷിക്കുന്ന പോലും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവദാസനെ ദൈവാത്മാവ് പറയുന്നു, ഭാരപ്പെടണ്ട. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ ഈ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. നമുക്ക് വസ്തു സംബന്ധമായ ചില തടസ്സങ്ങൾക്ക് ദൈവം വിടുതൽ തരാൻ പോകുകയാ. ചില ക്രയവിക്രയങ്ങൾക്ക് ദൈവം തീർപ്പ് കൽപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ബാങ്ക് നടപടികൾ, ജപ്തി നടപടികൾ ക്യാൻസലാക്കുകയാണ് പരിശുദ്ധാത്മാവ്. ചില രോഗത്തിൻ്റെ അണുക്കളിൽ ദൈവം നിന്നെ വിടുവിക്കുകയാണ്. ചില രോഗത്തിന് വേണ്ടിയുള്ള റിസൾട്ട് നടത്തിയ ടെസ്റ്റുകൾ, അതിൻ്റെ റിസൾട്ടുകൾ പരിശുദ്ധാത്മാവ് കൈവച്ച് അതിനെ ബ്ലസ് ചെയ്ത് നിനക്ക് വേദനയായും സങ്കടമായി നിൽക്കുന്നതിനെ പരിശുദ്ധാത്മാവ് വഴിമാറ്റാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്ന കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, അവരെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. മാനസികമായി തകർന്നവരുണ്ട്, അവരെ അങ്ങ് വിടുവിക്കണമേ. കടഭാരം കൊണ്ട് ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ട്, അങ്ങ് അവരെ സഹായിക്കണമേ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അങ്ങ് അവരെ വിടുവിക്കണമേ. 4 ചുവരുകൾക്ക് അടയ്ക്കപ്പെട്ടു പോയവർ, അരുതാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ട്, കൂട്ടുകെട്ടിനകത്ത് അകപ്പെട്ട്, മദ്യപാനത്താൽ അകപ്പെട്ട്, കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി കളഞ്ഞവർ, അങ്ങനെ വിവിധ തുറകളിൽ ഭാരം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ട് ഒരു വിവാഹം പോലും വരാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നൊരു വിടുതൽ കൈമാറണമേ. ശാപങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവനെ തന്ന നസറേനായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുദീർഘമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിക്കുക. ഒട്ടും മടിക്കണ്ട. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഏതുമാകട്ടെ, പ്രാർത്ഥിച്ചു മടുത്ത വിഷയമായിക്കോട്ടെ, അരുതാത്ത കുരുക്കുകളിൽ അകപ്പെട്ട വിഷയമായിക്കോട്ടെ, പ്രാർത്ഥനയിൽ പരിഹാരമുണ്ട്. പ്രാർത്ഥന ഒരായുധമാണ്. പ്രാർത്ഥിച്ച് നമുക്ക് വിടുതൽ നേടാം. ദയവായി ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചാട്ടെ. ഞങ്ങളെ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവോ? വിളിച്ചാട്ടെ, നമുക്ക് നേരിൽ കാണാം. നിങ്ങളുടെ വീട് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം ഇതേ ചാനൽ നമ്മൾ കാണുന്നതുവരെയും കർത്താവ് നമ്മെ മറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.